പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതാണ്: നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ സംരക്ഷിക്കുന്നുവോ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഡിഫൻഡറായി നിങ്ങൾ നിലനിൽക്കുന്നുവോ എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയും ഉയർച്ചയെ സ്വാധീനിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. നാം വാ തുറന്ന് സംസാരിക്കണം. എഴുതാൻ കഴിവുള്ളവർ എഴുതണം. പുസ്തകം കൊടുക്കാൻ കഴിവുള്ളവർ പുസ്തകം കൊടുക്കണം. പ്രസംഗിക്കാൻ കഴിവുള്ളവർ പ്രസംഗിക്കണം. തക്ക സമയം വരുമ്പോൾ നാം സംസാരിക്കണം, നാം ഇടപെടണം, നാം ആ കാര്യങ്ങളിൽ താക്കീത് കൊടുക്കണം, തിരുത്തൽ നൽകണം, നാം ശകാരിക്കണം, ശാസിക്കണം എന്നുള്ളത് ദൈവവചനം നിരവധി ഭാഗങ്ങളിൽ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് ഒരു ഉൾക്കാഴ്ച ഇല്ലാത്തതിനാൽ നാം കാണുന്ന ഭയാനകമായൊരു കാര്യം മരണകരമായ നിസ്സംഗത. മരണകരമായ നിസ്സംഗത. ചെന്നായിക്കൂട്ടം ആട്ടിൻ കുഞ്ഞിനെ വളഞ്ഞിട്ട് കൊത്തിപ്പറിച്ച് അതിൻ്റെ എല്ലും തോലും അങ്ങനെ നുള്ളിക്കീറി എടുക്കുന്നത് കണ്ടാലും ഒരു ചെറുവിരൽ അനക്കാതെ നിസ്സംഗതയോടെ നിൽക്കുന്ന വിശ്വാസികളോട് കർത്താവിന് സംസാരിക്കാനുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 23-ാമത്തെ തിരുലിഖിതം, ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്, ജ്ഞാനം നീ മറച്ചു വെക്കരുത്. ഇതേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അങ്ങനെയല്ല, ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന വിശ്വാസ സത്യങ്ങൾ, എനിക്കറിയാവുന്ന തിരുസഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ സമയത്ത് മടി കൂടാതെ, വൈക്ലഭ്യം കൂടാതെ, ലജ്ജ കൂടാതെ ഞാനും നിങ്ങളും തുറന്ന് പറയണം എന്നുള്ളത് ദൈവഹിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞു, അതെ അച്ഛാ, നമ്മുടെ ക്രിസ്തീയ അരൂപി അനുസരിച്ച് ഇതൊന്നും പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താന്ന് പറയാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ക്രിസ്തീയ അരൂപി അനുസരിച്ച് അങ്ങനെയൊന്നും മിണ്ടാൻ പാടില്ല, ഇങ്ങനെ സഹിച്ചു നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ബ്ലോക്കായി. അത് ശരിയാണല്ലോ, അങ്ങനെ ഒരു അരൂപി. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഇടപെട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, സംസാരിക്കാൻ വേണ്ടി ഞാനാണ് നിങ്ങൾക്ക് സ്വരവും നാവും ഉത്തേജനവും തരുന്നത്. ഞാൻ സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ ഉണർത്തുമ്പോൾ, ഞാൻ സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കുമ്പോൾ, ഞാൻ സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ ഉണർത്തുന്ന സമയത്ത് നിങ്ങളൊരാൾ സംസാരിക്കാതെ വാ പൂട്ടി വായിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നാൽ സ്വർഗത്തിൻ്റെ പദ്ധതികൾ നിങ്ങളിലൂടെ നിറവേറപ്പെടാതെ കിടക്കും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. എന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ദൈവവചന ഭാഗമാണ് ദാനിയേൽ പ്രവചന ഗ്രന്ഥം 13-ാമത്തെ അധ്യായം. സൂസന്ന എന്ന് പറയുന്ന ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതലെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: അവൾ നിഷ്കളങ്കയും എല്ലാ കാര്യത്തിലും മാതൃക, എക്സംപ്ലറി, ഗുഡ് എക്സാമ്പിൾ, മാതൃകയായിരുന്നു സൂസന്ന. അവളുടെ പിതാവിൻ്റെ സൽപ്പേരിന് ഒരിക്കൽ പോലും കളങ്കം വരുത്താതെ പ്രാർത്ഥനയിലും ദൈവകൃപയിലും ദൈവത്തിൻ്റെ അരൂപിയിലും മുന്നോട്ട് നീങ്ങിയ സൂസന്ന, അവളുടെ ജീവിതത്തിൽ അതികഠിനമായ ദുഷ്ടന്മാരുടെ ആക്രമണം ഉണ്ടായി, അന്ധകാര ശക്തികളുടെ പീഡയുണ്ടായി. അങ്ങനെ അവൾ ആ ന്യായാധിപന്മാരുടെ കുൽസിത പ്രവർത്തനങ്ങളാൽ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇന്ന് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവൾ അങ്ങനെ വിളിച്ചു പറയാനുള്ള ശക്തയായ ഒരു വ്യക്തിയുമല്ല. കാരണം ജനക്കൂട്ടം മുഴുവൻ, മജോറിറ്റി, മോബ്, ജനക്കൂട്ടം ഇപ്പോൾ ഈ ന്യായാധിപന്മാരുടെ കൂടെ ഇവളെ 100% കുറ്റക്കാരിയായി ചിത്രീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കാര്യമുണ്ടെങ്കിലും മീഡിയ വന്ന്, ചാനൽ വന്ന്, പത്രം വന്ന്, അങ്ങനെ അങ്ങ് കയറി സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞ് എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ ഈ ഒരു മനുഷ്യൻ, ഈ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ഒരക്ഷരം മിണ്ടാൻ നിവൃത്തിയില്ലാതെ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു
കുറ്റവാളിയായി, നിരപരാധി കുറ്റവാളിയായി നിർത്തപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. മാധ്യമ വിചാരണ വഴിയും ചില പ്രത്യേക തരത്തിലുള്ള ശക്തികളുടെ ഇടപെടലൊക്കെ വഴി സമൂഹത്തിൽ അങ്ങനെ ആക്കി തീർക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേപോലൊരവസ്ഥയിലൂടെ സൂസന്ന കടന്നു പോവുകയാണ്. ഇത് തിരുസഭയുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ഇടവകയുടെ കാര്യം ചിലപ്പോൾ ഇങ്ങനെ തന്നെയായി മാറും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം ഇങ്ങനെയായി മാറും. നിങ്ങളൊരു വ്യക്തിയുടെ കാര്യം ഇങ്ങനെയായി മാറാം. ഓരോരുത്തരുടെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച് ഉണ്ടാകാം. സൂസന്ന എന്ന വ്യക്തി ഇപ്പോൾ മജോറിറ്റി അവളെ ഒരു കുറ്റവാളിയായി ചിത്രീകരിച്ചു. ഇവൾക്കുള്ള സത്യം തെളിയിക്കാൻ നിവൃത്തിയില്ലാതെ, അതിന് യാതൊരു സാധ്യതയില്ലാതെ ഇവൾ അങ്ങനെ ഏകപക്ഷീയമായി തെറ്റ് അവളുടെ മേൽ ചാർത്തി അങ്ങനെ കൊലക്കളത്തിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ സൂസന്ന, അവളുടെ അപ്പനുണ്ട്, അവളുടെ അമ്മയുണ്ട്, അവളുടെ ആങ്ങളമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ആർക്കും ഇവളെ ഇപ്പോൾ സഹായിക്കാൻ പറ്റുന്നില്ല. ഇവൾക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അദ്ദേഹം നിശബ്ദനായി, അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരൻ, ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞ് 2 ചാനലിൽ 4 പത്രമൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും നിസ്സഹാരായി. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ഈ കഥാപാത്രത്തെ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് എന്നതുപോലെ കുരിശ് മരണത്തിന് വിധിച്ച് കുരിശിൻ തോളിൽ വെച്ച് ഗാഗുൽത്തായും കയറ്റി കുരിശിലടിച്ചിട്ടുണ്ടാവും. അങ്ങനെ സൂസന്ന മുന്നോട്ട് നീങ്ങുകയാണ്. ഭർത്താവിന് കാര്യം ഒന്നും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭർത്താവിന് കുടുംബക്കാർക്ക് ചിലർക്ക് ബോധ്യം ഉണ്ടായിരിക്കാം. ഈ സൂസന്നയുടെ അപ്പനും അമ്മയ്ക്ക് ആങ്ങളവർക്കെല്ലാം പലർക്കും പല ബോധ്യങ്ങളുണ്ടായിരിക്കാം. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ഇതാ ഇവളെ കൊലക്കളത്തിലേക്ക് നയിക്കുകയാണ്. സൂസന്ന ഈ സമയം നിസ്സഹായാണ്. അവൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 42-ാമത്തെ തിരുലിഖിതം. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങൾ വിവേചിക്കുന്നവനെ, വസ്തുതകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ കരച്ചിലും ആ ഹൃദയം പൊട്ടിയുള്ള നിലവിളി നിങ്ങൾ ഓർക്കണം. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അതെന്തിനു വേണ്ടി ഉണർത്തിയത്? സംസാരിക്കാൻ വേണ്ടി ഉണർത്തി, ഇടപെടാൻ വേണ്ടി ഉണർത്തി, ഈ സൂസന്നയുടെ സത്യസന്ധത ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഉണർത്തി, ഈ സൂസന്നയ്ക്ക് വേണ്ടി പബ്ലിക്കായിട്ട് നിലകൊള്ളാൻ വേണ്ടി ഉണർത്തി. തക്ക സമയത്ത് സംസാരിക്കുന്നത് പാപമല്ല, സംസാരിക്കാതിരിക്കുന്നതാണ് പാപം. നിങ്ങളുടെ സഭയെക്കുറിച്ചോ നിങ്ങളുടെ ഇടവകയെക്കുറിച്ചോ നിങ്ങളുടെ രൂപതയെക്കുറിച്ചോ ഒരു കാര്യം ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ പത്രമാധ്യമങ്ങളിലോ ചാനലിലോ വരുമ്പം അപ്പം തന്നെ ഇടപെടാൻ കഴിയുന്നവർ നിങ്ങൾക്ക് അറിയാവുന്ന സത്യം പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളൊരു ഉദാഹരണം പറയാം. ഒരു ഇടവകയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ വികാരിച്ചനും അവിടുത്തെ 3-4 ചെറുപ്പക്കാരും തമ്മിലാണ് പ്രശ്നം ഉണ്ടായപ്പോൾ ആ ചെറുപ്പക്കാരിൽ ചിലർ വികാരിച്ചതിനെതിരെ വളരെ മോശമായ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു. ഉടനെ കുറേ ചെറുപ്പക്കാർ ആവശ്യമില്ലാതെ സഭയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഏതോ ഒരു മൂലയിൽ ഒരു പള്ളിയിൽ ഒരു വികാരിച്ചനും 1-2 ചെറുപ്പക്കാരനും വിഷയമുണ്ടായി. അതിൽ ചെറുപ്പക്കാരനൊരു പോസ്റ്റ് ഇട്ട് വികാരിച്ചനെതിരായി. ഉടനെ ആഗോള സഭയുള്ള മുഴുവൻ വൈദികരും ചീത്ത വിളിച്ചും ആഗോള സഭയെ മുഴുവൻ ചീത്ത വിളിച്ചും ഇന്ന് വരെയുള്ള സഭയുടെ എല്ലാ കാര്യങ്ങളും ദുഷിച്ചും പല ആളുകളും ഫേസ്ബുക്കിലിടാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആ ഇടവകയിലെ ഒരുപാട് ഇടവകങ്ങൾ കണ്ടു. 350 ഇടവകക്കാരുള്ളൊരു ഇടവകയാണത്. എല്ലാ ഇടവക്കാരും ഇത് കണ്ടു, അറിഞ്ഞു, കേട്ടു, സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞതേ നമ്മുടെ ഇടവകയിൽ ഇന്ന ചെറുപ്പക്കാരനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് വികാരിച്ചതിനെതിരെയാണ്, പക്ഷേ അതിന് മോശമായ എഫക്റ്റാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് എല്ലാവരും പറഞ്ഞു. ചേട്ടത്തിമാർ കണ്ടു, ചേട്ടത്തിമാർ മിണ്ടാതിരുന്നു. ചേട്ടന്മാർ കണ്ടു, മിണ്ടാതിരുന്നു. ഭയാനകമായ നിസ്സംഗത. ഇവനെ വേദപാഠം പഠിപ്പിച്ച അധ്യാപകന്മാർ കണ്ടു, അതുങ്ങളും മിണ്ടാതിരുന്നു. ഭയാനകമായ നിസ്സംഗത. ഈ അച്ഛനത് കണ്ടു. അച്ഛൻ പിന്നെ എല്ലാം ക്ഷമിച്ച് അങ്ങനെ പോകുന്ന അച്ഛൻ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. അച്ഛൻ പറഞ്ഞു, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും, എഴുതാതിരിക്കും, നിങ്ങളുടെ സൗകര്യം എന്ന് പറഞ്ഞ് അച്ഛൻ ഒന്ന് ഗവനിക്കൽ അച്ഛൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടവകയിലെ ഒരു ചേട്ടൻ, അദ്ദേഹം ഒരു കാറ്റഗിസം ടീച്ചറാണ്.
അദ്ദേഹത്തിന് തോന്നി ഇത് ശരിയല്ല, ഇത് ശരിയല്ല. അദ്ദേഹത്തിന് ആത്മാവ് ഉണർന്നു. അദ്ദേഹം പറഞ്ഞു ഇത് ശരിയല്ല, ഇത് ശരിയല്ല. അദ്ദേഹത്തിന് വേറെ എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഫേസ്ബുക്കൊന്നും ആ ചേട്ടന് യാതൊരു പരിചയമില്ല. 60 വയസ്സിന് മുകളിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ചേട്ടനായി. ഫേസ്ബുക്കോ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ആളുകൾ പറഞ്ഞു കേട്ട് വായിച്ചു, അത് പ്രിൻ്റ് എടുത്ത് വായിച്ചു, അത് ആളുകളോടെ ഗണിച്ചു കൊടുത്ത് എങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുക ഇത് ശരിയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരനെ നേരിട്ട് വിളിച്ചു. ആ ചെറുപ്പക്കാരനെ വിളിച്ച് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒരു പക്ഷേ നിനക്കിഷ്ടമില്ലാത്തൊരു അച്ഛൻ്റെ നേരെ നിന്റെ ദേഷ്യം നീ തീർത്തിട്ട് ഇത്രേ ഉള്ളൂ നീ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ വരായിക മകനെ നീ ഒന്ന് മനസ്സിലാക്കണം. ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇന്ന ചേട്ടൻ്റെയും ഇന്ന ചേട്ടത്തിയുടെയും മകനായി ഇന്ന ആള് എന്നല്ല നീ വിചാരിക്കേണ്ടത്. ഇത് യേശു ക്രിസ്തുവിൻ്റെ സഭയെ പ്രതിനിധീകരിക്കുന്ന ഇവിടുത്തെ ലോക്കൽ ചർച്ചിൻ്റെ ഒരു ഭാഗമാണിത്. അല്ലാതെ ഇന്ന ചേട്ടൻ്റെ ഇന്ന ചേട്ടത്തിയുടെ മകൻ ഇന്ന ആൾ ഇവിടെ നിൽക്കണമെന്നല്ല നീ മനസ്സിലാക്കേണ്ടത്. ഇന്ന ഉദ്യോഗത്തിന് വേണ്ടി ഇന്ന വീട്ടിൽ നിന്ന് ഇന്ന സ്ഥലത്തെ ആളുകൾ ട്രാൻസ്ഫർ ആയിട്ട് വരണ പോലെ അല്ല നമ്മുടെ സഭയിലെ രീതി. അപ്പോൾ നീ പറയാനുള്ളതൊക്കെ ശരിക്കും പറയണം, അതൊന്നും കുഴപ്പമില്ല. സഭയിൽ പറയാൻ അവസരമുണ്ട്, സംസാരിക്കണം, നിനക്ക് ന്യായമായി പറയാനുള്ളത് പറയാം. അതിന് വേദികളുണ്ട്, പൊതുയോഗമുണ്ട്, അല്ലെങ്കിൽ അതിന് സംവിധാനമുണ്ട്, അല്ലെങ്കിൽ റിട്ടേണായിട്ട് എഴുതി ബിഷപ്പിനോട് പല സംവിധാനങ്ങളുണ്ട്. നീ അത് ചെയ്യണം, അത് ഞാൻ തടസ്സപ്പെടുന്നില്ല. പക്ഷേ നീ ഇപ്പം ചെയ്തത് വലിയ തെറ്റാണ് മോനെ. അപ്പം അവന് അത് മനസ്സിലായില്ല. അവൻ തർക്കിച്ചു. പുതുതലമുറയാണ്, ഇടം വലം തിരിച്ചറിവില്ല, എടുത്തൊരു ചാട്ടാണ്. അത് കഴിഞ്ഞ് വലിയ പ്രശ്നത്തിൽ ചെന്ന് കഴിയുമ്പോഴാണ് പിന്നെ ആലോചിക്കുന്നത് ഇതുവഴി എത്ര ആത്മാക്കളാണ് നശിച്ചു പോയത്, ഇതുവഴി എത്രമാത്രം ദോഷമാണ് തിരുസഭയ്ക്കുണ്ടായത്, ഇതുവഴി എത്രമാത്രം ആളുകളുടെ വിശ്വാസമാണ് ക്ഷയിച്ചു പോയത്. അപ്പോൾ ഈ അപ്പച്ചൻ ആ യുവാവിന് ഇരുത്തി സമയെടുത്ത് പറഞ്ഞു കൊടുത്ത്, മകനെ നീ ഇത് ചെയ്യുമ്പോൾ നീ ദൈവത്തിൻ്റെ സഭയെയാണ് ദ്രോഹിക്കുന്നത്. ഒന്നാമതായി പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിനോ ക്രിസ്തുവിൻ്റെ സഭയ്ക്കോ ദ്രോഹമൊന്നും ചെയ്യരുത്. നീ പോസ്റ്റ് ഇട്ടത് വഴി നീ കർത്താവിൻ്റെ സഭയ്ക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന ചേട്ടൻ്റെയും ഇന്ന ചേട്ടത്തിയുടെയും മകനായ ഒരാളെ അല്ല നീ ദ്രോഹിക്കുന്നത്, നീ കർത്താവിൻ്റെ സഭയ്ക്കാണ് നീ ദ്രോഹം ഉണ്ടാക്കുന്നത്. ഇതുവഴി അനേകം നിഷ്കളങ്ക ആത്മാക്കളുടെ വിശ്വാസമാണ് ക്ഷയിച്ചു പോണത് മോനെ. അപ്പോൾ അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. വചനം അനുസരിച്ചാണ് പറയണത്. വീണ്ടും ഈ അപ്പച്ചൻ പറഞ്ഞു, മോനെ എനിക്ക് ഇനിയും നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഒരു ഇടവകയ്ക്കെതിരെ നീ ആഞ്ഞടിക്കുമ്പം നിന്റെ സർവ്വ വീര്യം എടുത്താണ് നീ ആഞ്ഞടിക്കണത്. ഇത്ര കാലം നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ ഇടവകയെ നീ മറന്നു. ഇത്ര കാലം നിനക്ക് മാമോസ് തന്നു, ഇത്ര കാലം നിനക്ക് ആദിർവാനം തന്നു, ഇത്ര കാലം നിനക്ക് പോഷണം തന്നു. ഒരു കുഞ്ഞിനെ അമ്മ താലോലിക്കുന്ന പോലെ താലോലിച്ച് വളർത്തിൻ്റെ ഇടവകയെ നീ മറന്നു. നിന്റെ മുൻ വികാരിച്ചമാരെ നീ മറന്നു. നിനക്ക് വേണ്ടി ശുശ്രൂഷ നിന്റെ ബിഷപ്പുമാരെ നീ മറന്നു. സഭയുടെ ഹിന്ദുവരെയുള്ള എല്ലാ വിശുദ്ധമാരെ നീ മറന്നു. നീ സഭയുടെ മുഴുവൻ പാരമ്പര്യവും മറന്നു. ഒരു ചെറിയൊരു വേദന ഉണ്ടായപ്പോൾ നീ എല്ലാം മറന്ന് നീ ആഞ്ഞടിക്കുകയാണ്. നീ ചെയ്യുന്നത്, നീ ദൈവവചനപ്രകാരം നിന്റെ മുഴുവൻ ജീവിതത്തിനും ദ്രോഹം, നിന്റെ മുഴുവൻ ജീവിതത്തെ നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, അതെനിക്ക് മനസ്സിലായില്ല, ഒന്ന് വിശദീകരിച്ച് തന്നാൽ ഞാനത് എൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഈ അപ്പച്ചന് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ നിന്ന് ഒന്നൊന്നായി അതങ്ങോട്ട് വിവരിക്കാൻ തുടങ്ങി. എസക്കിയേൽ പ്രവചനം 25-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ആമോന്യരുടെ നേരെ തിരിഞ്ഞ് അവർക്കെതിരെ പ്രവചിക്കുക. ആമോന്യരോട് പറയുക, ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും ഇസ്രായേൽ ദേശം വിജനമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും യൂദാഭവനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ചും നീ ആഹാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അതിനാൽ ഞാൻ നിന്നെ പൗരസ്ത്യർക്ക് ഇതാ വിട്ടുകൊടുക്കാൻ പോവുകയാണ്. അവർ നിന്നിൽ പാളയമടിച്ച് വാസമുറപ്പിക്കും. അവർ നിനക്കുള്ള ഫലം ഭക്ഷിക്കുകയും പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ റാബായെ ഒട്ടകങ്ങൾക്ക് മേച്ചിൽ സ്ഥലവും ആമോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങൾക്ക് താവളവുമാക്കും. നീ ഒരു
ഒരു വിജന ഭൂമിയായി മാറാൻ പോവുക. നിന്റെ ഈ തിരക്ക് പിടിച്ച പട്ടണങ്ങളും നിന്റെ ഈ തിരക്ക് പിടിച്ചതിന് ഈ വളർച്ചയുള്ള ഈ ഉയർന്ന ഈ ഉത്തുംഗ ശൃംഗങ്ങളെല്ലാം നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പോവുകയാണ് എന്ന് ദൈവം ആമോര്യ ദേശത്തെ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം കൈകൊട്ടി തുള്ളിച്ചാടി ആഹ്ലാദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ എൻ്റെ കര ഉയർത്തും. മകനെ, നിന്നെ ജനതകൾ കവർച്ച ചെയ്യും, ജനതകളിൽ നിന്ന് നീ വിച്ഛേദിക്കപ്പെടും, രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ഞാൻ ഉന്മൂലനം ചെയ്യും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആയുധപാണിയെ പോലെ തോക്കുമായി, യന്ത്രത്തോക്കുമായി ഭീകരന്മാർ കുടുംബത്തിലേക്ക് വന്ന് കൈയും പുറകോട്ട് കെട്ടിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് പോണ മാതിരി ആയുധപാണിയെ പോലെയും കവർച്ചാ സംഘത്തെ പോലെയും ക്യാൻസറും മാരകവ്യാധികളും വലിയ തരത്തിലുള്ള കടബാധ്യതകളും തകർച്ചകളും വന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ നിസ്സഹായനായി എല്ലാത്തിനും അടിമപ്പെട്ട് വലിയ റോളറിൻ്റെ അടിയിൽ പോയി കിടക്കുന്നത് മാതിരി അരഞ്ഞ് ജീവിതം നരയിക്കുമ്പോൾ, മക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ദൈവത്തിന് നാമം പേറുന്ന ജനത്തിനെതിരെയോ ദൈവത്തിന് നാമം പേറുന്ന സ്ഥലങ്ങൾക്കെതിരെയോ ദൈവത്തിന് നാമം പേറുന്ന വിശുദ്ധ സംഗതികൾക്കെതിരെയോ വിശുദ്ധ കൂദാശകൾക്കെതിരെയോ ദൈവത്തിൻ്റേതെന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സമുദായങ്ങൾക്കോ ജനതകൾക്കോ എതിരെ ഇതുപോലെ കൈയടിക്കുകയും തുള്ളിച്ചാടിയും ആഹാ എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുകയും ചെയ്ത് നീ നിന്റെ ഹൃദയത്തിലെ ദുഷ്ടത മൂലം തുള്ളിച്ചാടി കൈയടിച്ച് അതിനെ നശിപ്പിക്കുകയും ദുഷിക്കുകയും JCB പഴയ ആ ചല്ല മാത്രമല്ല മാന്തി കീറി നുള്ളി പൊളിച്ച് ഇങ്ങനെ അങ്ങോട്ട് വിചാരണ നടത്തിയിട്ടുണ്ട്, അതിൽ ആഹ്ലാദിച്ചിട്ടുണ്ടെങ്കിൽ നീ കള്ളനും കവർച്ചക്കാർക്കും രോഗത്തിനും തകർച്ചക്കും വ്യാധികൾക്കും വേണ്ടി നീ വിട്ടുകൊടുക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയായിരിക്കണം നിർബന്ധമില്ല. ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഭരണകർത്താക്കളുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, ചാനൽ പ്രവർത്തകരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ തരത്തിലുള്ള ജീവിത അന്തസ്സുകളിലേക്ക് ദൈവം കൈപിടിച്ച് ഉയർത്തിയ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഈ ആമോന്യർ എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന പോലെ ആ ഒരു ലെവലിലുള്ളവരല്ല, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനത. അതുമാതിരി ഇന്ന് ഞാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിലോ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചോ തിരുസഭയെ കുറിച്ചോ ഒരു ഉൾക്കാഴ്ചയോ അതിന് മെമ്പറോ അല്ലായിരിക്കാം. ആണെങ്കിലും അല്ലെങ്കിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം സർവ്വലോകങ്ങളിലുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം പേറുന്ന സ്ഥലങ്ങളെയും ദൈവത്തിൻ്റെ നാമം പേറുന്ന ശുശ്രൂഷകളെയും ഇടങ്ങളെയും വേദികളെയും നാം അപമാനിക്കരുത്. അതിന് തകർച്ച വരുമ്പോൾ കൈയടിച്ച് ആഹാ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി കൈയടിച്ച് ആഹ്ലാദിച്ച് രസിച്ച് നടക്കരുത്. അത് കുടുംബത്തിലേക്ക് തകർച്ച, കുടുംബത്തിലേക്ക് മാരകമായ തകർച്ച, എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. വീണ്ടും ആ ചേട്ടൻ ആ യുവാവിനോട് പറഞ്ഞു, യുവാവേ, നിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം, നീ ഇടവകയിലെ നല്ല ഓൾട്ടർ ബോയ് ആയിരുന്നു. അച്ഛന്മാർ എപ്പോൾ കാപ്പ് കുടിക്കായിരുന്നാലും നീ അച്ഛന്മാരെ കൂടെ ഇരുന്ന് കാപ്പ് കുടിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടിരുന്നവനാണ്. നീ അത്രയും പള്ളിയോട് ഒട്ടി നിന്ന ഒരു ചെറുപ്പക്കാരനാണ്. നിന്നെ ഒരച്ഛൻ ചെറുതായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ നീ ആഞ്ഞടിക്കണത് ആ അച്ഛനെതിരെയല്ല, നീ ആഞ്ഞടിക്കുന്നത് കർത്താവിൻ്റെ സഭയുടെ സംവിധാനങ്ങൾക്കെതിരെയാണ്, നീ മറക്കരുത്. എന്നിട്ട് സക്കറിയ 14-ാം അധ്യായം 12-13 വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ 65 വയസ്സുള്ള ഈ ചേട്ടൻ വെളിപ്പെടുത്തി. ഒരു റിട്ടയർഡായ ഒരു ചേട്ടനാണ്. ജെറുസലേമിനോട് യുദ്ധം ചെയ്യുന്ന ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി ഇതാണ്. ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞു പോകും. അവരുടെ കൺതടത്തിലും നാവ് വായിലും ഇരുന്ന് അഴുകും. അന്ന് കർത്താവ് അവരെ സംഭ്രാന്തരാക്കും. അവർ പരസ്പരം പിടിവിടും. ഇന്ന് കുടുംബത്തിലെ ഈ കൈയുയർത്തലും തീർത്താ തീരാത്ത പോരും പ്രതികാരവും എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ട് വന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് മക്കളല്ലേ? നിനക്ക് ഊര് വെച്ച് ജ്ഞാനം വെച്ച് നിനക്ക് എല്ലാം തികഞ്ഞു എന്നാണ് ഇപ്പം നിന്റെ ഭാവം. നിനക്ക് എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ ആയി കഴിഞ്ഞപ്പോൾ നീ ജെറുസലേമിന്റെ യുദ്ധം ചെയ്യാൻ പോവുക. ആ ചെറുപ്പക്കാരനെ അടുത്തിരുത്തി ഇതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. നീ ഇതൊക്കെ ചെയ്തോ, നീ ഇനി കല്യാണമൊക്കെ കഴിക്കും, നിനക്ക് ഇനിയും ജീവിതമുണ്ട്, ഇതൊക്കെയാണ് വരാനിരിക്കണമെന്ന് പറഞ്ഞു. കാരണം ഇത് ഒരാളെ രണ്ടാളെ കണ്ട് എഴുതിയ പുസ്തകമല്ല സഹോദരങ്ങളെ. എന്നെ നിങ്ങളെയൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ഈ വിശുദ്ധ വചനങ്ങൾ ലോകത്തിൽ ഉരുവായി. ദൈവം അയച്ചു. ഇത് ഞാൻ നിങ്ങൾ അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിൽ ഇത് നടക്കും.
വിശ്വസിച്ചാലും വിശ്വസിച്ചാലും നടക്കും. മാമോദിസ മുങ്ങിയാലും മുങ്ങിയില്ലെങ്കിലും നടക്കും. നിങ്ങൾ ജെറുസലേമിന് യുദ്ധം ചെയ്യും. പഠിപ്പുള്ളവരാണെങ്കിലും പഠിപ്പില്ലാത്തവരാണെങ്കിലും, പണമുള്ളവരാണെങ്കിലും പണം ഇല്ലാത്തവരാണെങ്കിലും, യുവാവാണെങ്കിലും വൃദ്ധനാണെങ്കിലും, ഇത് എഴുതപ്പെട്ട വചനമായതുകൊണ്ട് ഇത് ഇനി മാറ്റുക അസാധ്യം. ആകാശം മാറിപ്പോയാലും ഭൂതലം മാറിയാലും ഇതിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ ഇനി മാറാൻ പറ്റില്ല. ഇതുപോലെ സംഭവിക്കും. മക്കളെ, ഇവിടെ ഇരിക്കുന്ന യുവതിവാക്കന്മാരെ, ബാലികാ ബാലന്മാരെ, കുട്ടികളെ, മുതിർന്നവരെ, കൈക്കാരന്മാരായി വർഷങ്ങളോളം പള്ളികളിൽ വ്യാപരിച്ചിരുന്നവരും വൈദികനാകാൻ പോയിട്ട് തിരിച്ചു വന്നവരും വൈദിക ജീവിതം അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ സഭയോടും ഓരോ കാര്യങ്ങളിൽ ദൈവം നിയോഗിച്ച് ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലൂടെ നടന്ന് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ ആയി സമിതികളിലും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു നിശ്ചിത കാലം വരുമ്പോൾ സാത്താൻ നിങ്ങളെ പീഡിപ്പിക്കും. സാത്താൻ ഒറ്റ ഉദ്ദേശമുള്ളൂ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകരണം, നിങ്ങളുടെ ഈ സമാധാനം ഇല്ലാതെയാകണം, നിങ്ങളുടെ ഈ ആരോഗ്യം ഇല്ലാതെയാകണം. നിങ്ങൾക്കുള്ളതെല്ലാം കവർച്ച ചെയ്യാൻ സാത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിന് സാത്താൻ ഒരു ബുദ്ധിഭ്രമം നമുക്ക് തരും. അപ്പം എന്താവും? നമ്മൾ നേരെ എന്തെങ്കിലും ചെറിയൊരു വിഷയം വരുമ്പോൾ അതും ഇത് കണ്ണി കണ്ടതെല്ലാം എഴുതാനും പോസ്റ്റ് ചെയ്യാനും പ്രചരിപ്പിക്കാനും ആഹാ എന്ന് പറഞ്ഞിരിക്കാനും അങ്ങനെ തുള്ളിച്ചാടാനും തുടങ്ങും. പിന്നീട് പതുക്കെ പതുക്കെ ഉമിത്തി കയറി പിടിക്കുന്നത് മാലി പിടിച്ച് വരുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് നിങ്ങളുടെ കൂടെ തുള്ളി കളിക്കുന്നവരും ഇന്ന് നിങ്ങളുടെ കൂടെ ജാഥയെ നടക്കുന്നവരും അന്ന് നിസ്സഹായരായി, അയ്യോ നമ്മൾ ഇന്ന ചേട്ടൻ പോകാറായി ഇങ്ങനെ പറഞ്ഞു നടക്കും. നല്ല ആളായിരുന്നു, പോക്കാ, അധികം ആളൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. നിങ്ങൾ കേൾക്കത്തിന് അപ്പുറത്തിരുന്ന് പറയണത് നിങ്ങൾ കേൾക്കേണ്ടി വരും, ഈ ചെവി കൊണ്ട് കേൾക്കേണ്ടി വരും. ഇനി അധികാലം ഉണ്ടെന്ന് തോന്നണില്ല, പോക്കാ, കണ്ടിട്ട് അപ്പുറത്തെ മുറിയിരുന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും. അദ്ദേഹം ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് അച്ഛനോട് വിഷമമുണ്ട്, അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. ഞാൻ പോസ്റ്റ് വലിച്ച് മറ്റവർക്കൊക്കെ എഴുതി, മക്കളെ നിങ്ങൾ നമ്മൾ പോണ രീതി ഈ ഇവരുടെ ലീഡറാ, അവൻ എഴുതി, എല്ലാവരും പിൻവാങ്ങി. നമുക്ക് ഒരു തിന്മ അവിടെ ദൈവം. ഇത് ദൈവത്തിനെതിരായ രീതിയാണോ? ഇത് ക്രിസ്തീയ അരൂപിക്ക് നിരക്കാത്ത രീതിയാണോ? ഇതല്ല ഒരു ക്രിസ്തീയ അരൂപിയുള്ള ആൾ ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയല്ലേ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്. എന്തിനാ സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്? ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വെക്കരുത്. ആ 350 വീട്ടുകാരുള്ളത് മാരകമായ ഭയാനകമായ നിസ്സംഗതയിൽ 349 പേര് ഇരുന്നു, മിണ്ടിയില്ല. അച്ഛനോട് എഴുതില്ല, അച്ഛൻ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച്. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലായി, വേലി പൊളിച്ച് കളയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. എന്നാൽ പിന്നീട് അന്യാധീനപ്പെടുമ്പോൾ നിങ്ങൾ പഠിക്കും. ഉപദ്രവം വരുന്നത് വേലിക്കാം, പുറമതിലിനാ. പക്ഷേ ഈ പുറമതിൽ ഇല്ലാതാകട്ടെ, ഈ വേലി ഇല്ലാതാകട്ടെ. അന്യാധീനപ്പെടുമ്പം ഓരോ വൃക്ഷവും അതിൻ്റെ വില മനസ്സിലാക്കും. വേലിയുടെയും പുറമതിലിൻ്റെ വില അന്ന് മനസ്സിലാക്കും. പുറമതിലിനെയും വേലിയെയും ആക്രമിക്കുന്നവർ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് പുറമതിലും വേലിയും അല്ല പ്രധാനപ്പെട്ടത്. അവർക്ക് പ്രധാനപ്പെട്ടത് ഈ വേലിക്കുള്ളിലുള്ള ചന്ദന മരങ്ങളും ഈ വേലിക്കുള്ളിൽ ഈ പുറമതിലിനുള്ളിൽ നിൽക്കുന്ന വിലപ്പെട്ട മരങ്ങളും വിലപ്പെട്ട സസ്യങ്ങളും ചെടികളും അവരുടെ ലക്ഷ്യം അതാണ്. പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ആക്രമണം പുറമതിലിന് വേലിക്കായിരിക്കുന്നുള്ളൂ. കൈയടിച്ച് ആഹാ എന്ന് പറഞ്ഞ് കൈയടിച്ചിരിക്കുമ്പം നനച്ചിരിക്കാത്ത നേരത്ത് ഓരോരോ അനർത്ഥങ്ങൾ വരുമ്പോൾ സാവകാശം വേലിയുടെയും പുറമതിലിൻ്റെയും വില നമ്മൾ മനസ്സിലാക്കും. ഒന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇതാ നമ്മൾ വീണ്ടും തുടർന്ന് വായിക്കുകയാണ്. ദാനിയേൽ 13:45-46 തിരുലിഖിതങ്ങൾ. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബാലൻ ഒഴിച്ച് ബാക്കി മജോറിറ്റി 100-99 പേരും ഒരു ഭാഗത്ത്. സംസാരിക്കാൻ വേണ്ടി ഉണർവും വിളിയും ലഭിക്കുന്ന മകനെ മകളെ നീ അറിയണം. ലോകം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നീ ഒറ്റയ്ക്ക് നീ എഴുന്നേറ്റ് നിൽക്കണം, നീ ഒറ്റയ്ക്ക് നീ പോസ്റ്റ് ചെയ്യണം, നീ ഒറ്റയ്ക്ക് നീ എഴുതണം, നീ ഒറ്റയ്ക്ക് നിന്റെ അഭിപ്രായം നീ പറയണം, നീ നിന്റെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യണം, നിന്റെ സഭയെ നീ ഡിഫെൻഡ് ചെയ്യണം. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്കത് ഇഷ്ടത്തിനനുസരിച്ച് ദാനം ചെയ്ത ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദാനിയേൽ ഉണർന്നു.
ദാനിയേൽ പറഞ്ഞു, ഈ രക്തത്തെ എനിക്ക് പങ്കില്ല, ഈ രക്തത്തെ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ദാനിയേൽ അവിടെ ഒച്ച വെച്ച്. അപ്പോൾ ജനങ്ങളിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ദാനിയേൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ്. അവിടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ദാനിയേൽ എന്ന് പറഞ്ഞ ബാലെന്നുള്ള ഇവിടെ വലിയ വലിയ ന്യായാധിപന്മാരും വലിയ വലിയ ഭരണാധികാരികളും വലിയ വലിയ ആളുകളെല്ലാം ഡീൽ ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ ദാനിയേൽ എന്ന് പറഞ്ഞ ബാലൻ അവിടെ കിടന്ന് ഒച്ച വെച്ചപ്പോൾ ഈ ദാനിയേൽ എന്ന ബാലൻ്റെ പ്രശ്നമല്ല അവിടെ, ഈ ബാലൻ്റെ ശക്തിയല്ല, ദൈവമാണ് പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ആ സൂസന്നയെ കൊല്ലാൻ വേണ്ടി കൂടിയ ജനക്കൂട്ടം ആ ന്യായാധിപന്മാരെ കൊല ചെയ്ത് അവിടെ നിന്ന് അവർ തുടച്ചു മാറ്റി, തിന്മ തുടച്ചു മാറ്റി. ആ ദാനിയേലോട് മിണ്ടാതിരുന്നാലോ? അയ്യോ ഞാനൊരു ബാലൻ, വലിയ പഠിപ്പൊന്നുമില്ല, 10ാം ക്ലാസ് പോലും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡിഗ്രി ഒന്നും ആയിട്ടില്ല, ഞാൻ +2 ആ, ഞാൻ മിണ്ടാതിരുന്നാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ വലിയ വലിയ ഭരണാധികാരികൾ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇടപെടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നെങ്കിലോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ദാനിയേൽ എന്ന ബാലൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ കൊടുത്തോളൂ, ഒരു വലിയ അരുളപ്പാടോ വലിയ വെളിപാടോ വലിയ ആകാശം പിളർന്ന് ഇതാ എൻ്റെ പ്രിയപുത്രൻ ദാനിയേൽ, ഇവൻ പറയുന്നത് കേൾക്കുവിൻ എന്നുള്ള സ്വരം വല്ല ഉണ്ടായോ? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നോളൂ. ദാനിയേൽ ഉണർന്നു, അവൻ സംസാരിച്ചു. ഒരു തിന്മ അതോടെ അവിടെ തുടച്ചു മാറ്റപ്പെട്ടു. ഇല്ലെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? ഇല്ലെങ്കിൽ വരാൻ വന്ന സ്ഥിതി ഇങ്ങനെയാണ്. ഇല്ലെങ്കിൽ ആളുകളെല്ലാം പറയും, ഈ കാലത്ത് നല്ലവർക്കൊന്നും ജീവിതമില്ല, എല്ലാം തിന്മ പെരുകി, ഈ സമൂഹം നശിച്ചു, ഇവിടെ ഒരാൾക്കും രക്ഷയില്ല, ആ സൂസന്നയ്ക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, പിന്നെ നമ്മുടെ കാര്യം. ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ നിസ്സഹായ അവസ്ഥയിൽ കൈമലർത്തി ഒരു അന്ധകാരം കട്ട പിടിക്കാനും അന്ധകാരത്തിന് ദുർഭരണം ഉണ്ടാകാനും ഇടവരും. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന സത്യം നിങ്ങൾ പറയണം. അത് മറ്റുള്ളവരെ ആക്രമിക്കുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയല്ല. നമ്മൾ നമ്മുടെ ആ ദൈവകൃപയിൽ നിന്ന് സംസാരിക്കണം. ആ 65 വയസ്സുള്ള റിട്ടയർഡായ ആള് ആ ചെറുപ്പക്കാരനെ ആക്രമിക്കുകയെല്ലാം ചെയ്താ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ ബോധ്യം, അദ്ദേഹത്തിന് അറിയാവുന്ന ജ്ഞാനം പറഞ്ഞു കൊടുത്ത്. അപ്പം അദ്ദേഹം തിരുത്തി. ശക്തിയുക്തം നീ ബോധ്യപ്പെടുത്തണം, ശക്തിയുക്തം നീ എഴുതണം, ശക്തിയുക്തം സംസാരിക്കണം. അത് മറ്റുള്ളവരെ ആക്രമിക്കാനോ മുറിപ്പെടുത്താനല്ല, വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നീ അങ്ങനെ ചെയ്യേണ്ടത്. ഉചിതമായ സമയത്ത് സംസാരിക്കാതെ നീ പിൻവാങ്ങരുത്. അച്ഛനോട് നിങ്ങളോട് പറയാൻ കാരണം, ഈ ഒരു കാര്യം നമ്മുടെ ജോലിയെയും നമ്മുടെ വരുമാനത്തെയും നമ്മുടെ പ്രൊമോഷനെയും നമ്മുടെ ശമ്പളത്തെയും നമ്മുടെ തലമുറകളുടെ നിലനിൽപ്പിനെ പോലും ഇത് ബാധിക്കും. ദൈവത്തിൻ്റെ സഭയോട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു സമൂഹം മുഴുവൻ, ഒരു സമുദായം മുഴുവൻ അങ്ങനെ ആകെ ബഹളി പിടിച്ച് ഇളകി മറിഞ്ഞ് അങ്ങനെ അലകടൽ പോലെ അങ്ങനെ ബഹളം വെച്ച് നിൽക്കുമ്പോൾ നിനക്ക് ദൈവത്തിന് ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ നീ ഒറ്റയ്ക്ക് വിശ്വാസം ഡിഫെൻഡ് ചെയ്ത് നീ ആ സമൂഹത്തെ നീ എതിരിടണം, നീ ആ സമൂഹത്തോട് സംസാരിക്കണം. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ ഈ ആശീർവാദ സമയത്ത് എത്രമാത്രം ഹൃദയപൂർവ്വം യേശുവിനെ വിളിക്കാമോ അത്രയും ഉച്ചത്തിൽ ഈ സമയം യേശുവിനെ വിളിക്കുക. കുരിശിൽ മരിച്ച യേശു ദിവ്യകാരുണ്യ രൂപനായി ഇന്ന് അനേക കോടികൾ അനുഗ്രഹിച്ചുകൊണ്ട് സഭയിൽ രാജാവായി വസിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. അങ്ങേക്കെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും